Welcome back to a new episode of Live by IAS Factor. First question of the day. Which of these best defines the term gross refining margin? പത്രത്തിൽ വന്നിരുന്ന ഒരു ന്യൂസാണ് ഗ്രോസ് റിഫൈനിങ് മാർജിനെ കുറിച്ച്. ന്യൂസിന്റെ അകത്തുള്ളത് ഏത്? നമ്മുടെ സ്ഥിരം സാധനം. ന്യൂസിനകത്താണ് ഇത് കാണാൻ കഴിയുക. അപ്പോൾ വിച്ച് ഓഫ് ദീസ് ബെസ്റ്റ് ഡിഫൈൻസ് ദി ടേം ഗ്രോസ് റിഫൈനിങ് മാർജിൻ? ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്താണെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ, the difference between the output price and the input cost of petroleum refineries. Option B, a part of the customs duty which has to be borne by the petroleum seller for importing crude oil for refining purpose. Option C, quantity of crude oil to be kept by every refinery as a part of the strategic crude oil reserve of India. And option D, the quantity of products that can be refined from 1 barrel of crude oil. ഇങ്ങനെ 4 വ്യത്യസ്ത ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്താണെന്ന് കണ്ടെത്തണം. ആ പേരിൽ നിന്നും ഓപ്ഷനിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്നാണ് പറയുന്നത്. റിഫൈൻ ചെയ്യുന്നതിൻ്റെ മാർജിൻ എന്ന് പറയുമ്പോൾ ബിയും സിയും വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. സോ ദാറ്റ് means we are left with A and D. 50-50 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഒരെണ്ണം അടിച്ചിരിക്കണം. നിങ്ങൾ ഏതടിക്കും? നിങ്ങൾ അടിക്കേണ്ടത് ഓപ്ഷൻ എ ആയിരിക്കണം. ബിക്കോസ് ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോളിയം റിഫൈനറി അവരുടെ ഇൻപുട്ടിന് വേണ്ടി എത്ര കാശ് ചിലവാക്കുന്നു, ദാറ്റ് മീൻസ് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ എന്ത് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ മേടിക്കാൻ എത്ര രൂപ ചിലവായി, അത് റിഫൈൻ ചെയ്തിട്ട് അത് വിറ്റ് കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നു, ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ന് പറയുന്നത് ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി റിഫൈനറീസിന്റെ പ്രോഫിറ്റിനെയാണ് അത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? റിഫൈനറീസിന്റെ പ്രോഫിറ്റ് അതാണ് എന്ന് പറയുന്നത് ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾസോ നോട്ട് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒന്ന് നോക്കൂ. Consider the following statements about disaster management in India. ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫങ്ഷൻസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. NDMA ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് എന്ന് പറയുന്നു. അറിയത്തില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ? ഇന്ത്യയിൽ റീസെന്റ് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? എസ്പെഷ്യലി ലാൻഡ് സ്ലൈഡ്സ് നടക്കുന്നുണ്ട്, ക്ലൗഡ് ബേസ്റ്റ് നടക്കുന്നുണ്ട്, ഫ്ലഡ് നടക്കുന്നുണ്ട്, ഡ്രോട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന ഒരു രാജ്യത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ റോൾ അത്രയും വലുതാണ്. UPSC അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള വലിയ സാധ്യതയും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അപ്പെക്സ് ബോഡിയാണ് NDMA എന്ന് പറയുന്നത്. NDMA ഏത് മിനിസ്റ്ററുടെ കീഴിലാണെന്ന് നമുക്കറിയണം. NDMA അറിഞ്ഞിരിക്കൂ, NDMA is under the Ministry of Home Affairs. First statement is true. And second one നോക്കൂ, the national policy framework on disaster management is in conformity with the international strategy for disaster reduction, the Rio Declaration and the Millennium Development Goals and Hyogo framework. അപ്പം ഇത്രയും കാര്യങ്ങളുമായിട്ട് കൺഫോമിറ്റിയിലാണ് ഇന്ത്യയുടെ നാഷണൽ ഡിസാസ്റ്റർ പോളിസി ഫ്രെയിംവർക്ക് ഉള്ളത് എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇതിനകത്ത് ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഓക്കെ അടിക്കാം. കാരണം എന്താ? ഡിസാസ്റ്റർ റിഡക്ഷൻ ആണല്ലോ. റിയോ ഡിക്ലറേഷൻ അതൊരു ബേസിക് എൻവയോൺമെന്റ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. റിയോ ഡിക്ലറേഷൻ, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം SDGക്ക് മുൻപ് ഉണ്ടായിരുന്ന കാര്യമാണല്ലോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള്. അപ്പൊ അതുകൊണ്ടാവാം. ഇനി എന്താണ് ഈ ഹ്യോഗോ ഫ്രെയിംവർക്ക്? അത് നോർമലായിട്ട് അങ്ങനെ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു സാധനമൊന്നുമല്ല ഹ്യോഗോ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്തായിരിക്കും? ഡൗട്ട് അടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അല്ലെ? അപ്പം ഹ്യോഗോ ഫ്രെയിംവർക്ക് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ വർഷവും കൊടുത്തിട്ടുണ്ട്. എന്താ? 2005 to 2015. സോ ഹ്യോഗോ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഗ്ലോബൽ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഹ്യോഗോ ഫ്രെയിംവർക്ക്. നിങ്ങൾ ഇതിന് ശേഷമുള്ള ഫ്രെയിംവർക്കിന്റെ പേര് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് സെൻഡായ് ഫ്രെയിംവർക്ക് ഓൺ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. കണ്ടോ? കണക്ഷൻ കണ്ടോ? അപ്പൊ സെൻഡായ് ഫ്രെയിംവർക്കിന് മുൻപുണ്ടായിരുന്ന
ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫ്രെയിംവർക്കാണ് എന്ത്, ഹ്യോഗോ എന്ന് പറയുന്നത്. ആൻഡ് ഹ്യോഗോയും സെൻഡായും ജപ്പാനിലെ 2 സ്ഥലങ്ങളാണ്. സോ ബേസിക്കലി ഇന്ത്യയുടെ നാഷണൽ ഡിസാസ്റ്റർ പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണലി നിലവിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസും കൺവെൻഷൻസും ഒക്കെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് നമുക്കുള്ളത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു അതർ കൺട്രീസ് അഫക്റ്റഡ് ബൈ മേജർ ഡിസാസ്റ്റേഴ്സ്. അപ്പൊ മറ്റ് രാജ്യങ്ങൾക്കും എന്ത് NDMA സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ചിലരെങ്കിലും നോ എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, യുണീക്കായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ റൈറ്റ് ആയിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചു വെച്ചിരിക്കണം. സോ ദാറ്റ് മീൻസ് 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. അതായത് NDMA ഇന്ത്യക്കകത്ത് മാത്രമുള്ളതല്ല, വിദേശത്ത് രാജ്യങ്ങളിലും എന്താണ് ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അവിടെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സപ്പോർട്ട് എങ്ങനെയാവണം, എന്താവണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന മുറയ്ക്കുള്ള സപ്പോർട്ട് NDMA മറ്റ് രാജ്യങ്ങൾക്കും കൊടുക്കാറുണ്ട്. സോ 1, 2, 3 ആൻഡ് 3 ആർ ദ റൈറ്റ് ആൻസേഴ്സ്. ഇത് നോക്കുക, ഇവിടെ നോക്കുക, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് NDMA ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കുക, നാഷണൽ പ്ലാൻ ഉണ്ടാക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും മിനിസ്ട്രീസിനും വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റേറ്റ് അതോറിറ്റീസിന്റെ ഗൈഡ് ലൈൻസ് തീരുമാനിച്ചു കൊടുക്കുക, അങ്ങനെ ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടോ, പ്രൊവൈഡ് സച്ച് സപ്പോർട്ട് ടു അതർ കൺട്രീസ് അഫക്റ്റഡ് ബൈ മേജർ ഡിസാസ്റ്റേഴ്സ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ഈ ഒരു ഏരിയ നിങ്ങൾ ഒന്ന് ശരിക്കൊന്ന് നോക്കി വെക്കണം. ഓക്കെ, next question, with respect to the lunar polar exploration LUPEX program, consider the following statements. It is an India-Japan joint program to explore moon's south pole. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നത് മൂണിന്റെ സൗത്ത് പോളിലാണ്, അല്ലേ? നമുക്കറിയാം, ചന്ദ്രയാൻ പ്രൊജക്ട്സ് എല്ലാം അവിടേക്കാണ് പോയിട്ടുള്ളതും അവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൂപ്പെക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇന്ത്യയും മൂണിന്റെ സൗത്ത് പോളും ഒക്കെ കണക്ഷൻ കിട്ടുന്നുണ്ട്, ജപ്പാനും കിട്ടണം. ബിക്കോസ് ലൂപ്പെക്സ് എന്ന് പറയുന്നത് ഇൻഡോ ജപ്പാൻ ഒരു ജോയിന്റ് പ്രോഗ്രാമാണ് മൂണിന്റെ സൗത്ത് പോളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത്. ഇത് കറണ്ട് അഫയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇറ്റ് വിൽ ബി എ മാൻഡ് മിഷൻ ടു സ്റ്റഡി അബൌട്ട് ഹിഡൻ റിസോഴ്സസ് ഓൺ ദി ലൂണാർ സർഫസ്. ലൂണാർ സർഫസിലുള്ള ഹിഡൻ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കാനുള്ള മാൻഡ് മിഷൻ ആണ് എന്ന് പറയുന്നു. ഇന്ത്യ അങ്ങനെ ഒരു മാൻഡ് മിഷൻ മൂണിലേക്ക് വിടുന്നത് നമുക്കറിയാമോ? ഇല്ല. നമുക്ക് ഗഗൻയാൻ അറിയാം, ഏത് സ്പേസിലേക്കുള്ള സാധനം അറിയാം, പക്ഷെ മൂണിലേക്കുള്ള ഒരു മാൻഡ് മിഷൻ നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുന്നു. 2 എലിമിനേറ്റ് ആവുന്നതോടുകൂടി തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എന്താണ്? 1 only എന്നുള്ളത് കിട്ടി. അതായത് 3യും റോങ് ആണ് എന്ന് പറയുന്നു. 3 നോക്കൂ, മിഷൻ വിൽ ബി ലോഞ്ച്ഡ് ഓൺ ബോർഡ് ഇന്ത്യാസ് LMV3. ഇന്ത്യയുടെ LMV3യിലാണ് ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നതും തെറ്റാണെന്ന് നമ്മൾ ഓൾറെഡി കിട്ടി കഴിഞ്ഞു. ഈ LMV3 എന്ന് പറയുന്നത് പലർക്കും അങ്ങനെ പേരറിയത്തില്ലെങ്കിൽ നമ്മുടെ പഴയ GSLV MK3 GSLV MK3 എന്ന് പറയുന്ന ആ ലോഞ്ച് വെഹിക്കിളിന്റെ പുതിയ പേരാണ് LVM3 എന്ന് പറയുന്നത്. LVM3. ഓക്കെ, അപ്പം അത് LVM3യിലല്ല ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് മിഷൻ ആണ്? ഇറ്റ്സ് എ റോബോട്ടിക് മിഷൻ. സോ ഇവിടെ എന്താണ്? ഇത് മാൻഡ് മിഷൻ അല്ല, ഇറ്റ് ഇസ് എ റോബോട്ടിക് മിഷൻ. നമ്മുടെ ചന്ദ്രയാൻ 3 ഒക്കെ പോയത് ഓർമ്മയുണ്ടല്ലോ. എന്താ റോവർ എന്ന് പറയുന്ന റോബോട്ടാണല്ലോ ആ മൂണിന്റെ സർഫസിൽ ഇറങ്ങി അവിടെ എക്സ്പ്ലോറേഷൻസ് നടത്തിയത്, നമുക്കറിയാം അല്ലേ? അതേപോലെ തന്നെ ഒരു റോബോട്ടിക് മിഷനാണ്. ആൻഡ് ലാൻഡർ ഡെവലപ്പ് ചെയ്യുന്നത് ഇസ്രോ ആയിരിക്കും. അതായത് ഇതവിടെ ചെന്ന് മൂണിന്റെ സർഫസിൽ ലാൻഡ് ചെയ്യുന്ന ലാൻഡർ ഉണ്ടല്ലോ, ആ ലാൻഡർ ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യയാണ്. റോവറും ലോഞ്ച് വെഹിക്കിളും ജപ്പാന്റെ ഭാഗത്ത് നിന്നായിരിക്കും, ജപ്പാന്റെ ജാക്സ. സോ ലാൻഡർ ഡെവലപ്പ് ചെയ്യുന്നത് ഇസ്രോ, ഇന്ത്യ ആണെങ്കിൽ റോവറും ലോഞ്ച് വെഹിക്കിളും ഡെവലപ്പ് ചെയ്യുന്നത് ജപ്പാനാണ്. ആൻഡ് ലോഞ്ച് വെഹിക്കിളിന്റെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത് H324L എന്ന് പറയുന്ന റോക്കറ്റ്. ആ ലോഞ്ച് വെഹിക്കിളിൽ
ഈ ലാൻഡർ കടത്തിവിടും. ലാൻഡർ അവിടെ ലാൻഡ് ചെയ്യുന്നു. ലാൻഡറിൽ നിന്നും റോവർ, ജപ്പാന്റെ റോവർ ഇറങ്ങുന്നു, എക്സ്പ്ലോറേഷൻസ് നടത്തുന്നു. ലൂപ്പ് എക്സ് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ചോദിക്കാനുള്ള ഒരു 99% സാധ്യതയുമുണ്ട്. Next one, consider the following statements. Human-animal conflict mitigation measures are listed in the 6th schedule of Wildlife Protection Act 1972. 1972 Wildlife Protection Actന്റെ 6th ഷെഡ്യൂളിലാണ് നമ്മുടെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ മിറ്റിഗേഷൻ മെഷേഴ്സിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഒരിക്കലെങ്കിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വായിച്ചിട്ടുള്ള ആളിനറിയാം എന്താണ് 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അതുപോലും വായിച്ചിട്ടില്ലാത്ത, നോർമൽ ന്യൂസ് മാത്രം വായിച്ചിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച് അയാൾക്കറിയാം എന്ത്, ഈ ആക്ടിൽ മിറ്റിഗേഷൻ മെഷേഴ്സിനെ കുറിച്ചൊന്നും വൃത്തിയായിട്ടൊന്നും പറയുന്നില്ല. അപ്പം രണ്ട് രീതിയിലുള്ള ആളുകൾക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തേത്. അതായത് ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 കൃത്യമായിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കൃത്യമായിട്ട്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻകരുതൽ എടുക്കുക അല്ലേ, മുൻകരുതൽ എടുക്കുക, റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കുക. ആ മുൻകരുതലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ആകെ പറയുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഒരു ആനിമല് ഇഷ്യൂ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹണ്ട് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കാം. ഇത് മാത്രമാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് ഒന്നും പറയുന്നില്ല. പിന്നല്ലേ 6th ഷെഡ്യൂളിനെ കുറിച്ച്. അപ്പൊ എന്താണ് 6th ഷെഡ്യൂളിലുള്ളത്? എന്താണ് 6th ഷെഡ്യൂളിലുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് രണ്ടും കൂടെ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാം. നാൽസ എക്സ്റ്റെൻസ് ലീഗൽ എയ്ഡ് ടു ദോസ് അഫക്റ്റഡ് ബൈ വൈൽഡ് ലൈഫ് എൻകൗണ്ടേഴ്സ്. അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഒന്നാമത് നാൽസ സ്ഥിരമായിട്ട് UPSC ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, അല്ലെങ്കിൽ ഏതായാലും നാഷണൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലീഗൽ സർവീസസ് അതോറിറ്റിയെ കുറിച്ച് സ്ഥിരമായിട്ട് UPSC ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽസിനെ കുറിച്ചും UPSC ചോദ്യം ചോദിക്കാറുണ്ട്, ബോത്ത് ഇൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്. അതായത് ആ ഒരു ഏരിയ, ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസലും ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒക്കെ UPSC സംബന്ധിച്ചിടത്തോളം പ്രിലിംസിലും മെയിൻസിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കാതെ വിടരുത്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? നാൽസ ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? വൈൽഡ് ലൈഫ് എൻകൗണ്ടർ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബാധ്യതയുള്ളവർക്ക് ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നാൽസയുടെ പ്രധാന ഉദ്ദേശം? നാൽസയുടെ പ്രധാന ഉദ്ദേശം എന്താ? നാൽസയുടെ പ്രധാന ഉദ്ദേശം ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡ്. അതായത് ലീഗൽ എയ്ഡ്, ഇപ്പം നമ്മളൊരു ഒരു കേസ് കൊടുത്തു, അത് വാദിക്കാൻ വക്കീലില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ബാക്കി യാതൊരുവിധ സർവീസസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ, അതായത് ഒരു മനുഷ്യനും, ഇന്ത്യയിൽ ഒരു മനുഷ്യനും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ലീഗൽ സർവീസസ് കിട്ടാതിരിക്കരുത്. അതുകൊണ്ടല്ല ആർട്ടിക്കിൾ 39 എന്ത് ചേർത്തിട്ടുള്ളത്? 39A ഫ്രീ ലീഗൽ എയ്ഡ് ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? ഫ്രീ ലീഗൽ എയ്ഡ്. ആ ലീഗൽ എയ്ഡ് കൊടുക്കാൻ ആര് ബാധ്യസ്ഥരാണ്? നാൽസ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ നാൽസ, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ അവരുടെ സർവീസസിൽ ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇഷ്യൂവിൽ പെടുന്നവർ ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ബാധിക്കുന്നവരെ ഇതുവരെ നാൽസ അവർക്ക് സർവീസസ്, ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. പക്ഷേ 2025 നാൽസ സ്കീം ഓൺ ആക്സസ് ടു ജസ്റ്റിസ് ഫോർ വിക്ടിംസ് ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്കീം പ്രകാരം നാൽസ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു പോയിന്റാണ്, നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതാ. മനസ്സിലായോ? അപ്പം നാൽസ സ്കീം ഓൺ access to justice for victims of human wildlife conflict എന്ന് പറയുന്ന പുതിയ സ്കീം പ്രകാരം എന്ത്, വൈൽഡ് ലൈഫ് എൻകൗണ്ടേഴ്സിൽ പെട്ടിട്ടുള്ളവർക്ക് ലീഗൽ എയ്ഡ് നാൽസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ കൺഫോമിറ്റി വിത്ത് ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 21 ആൻഡ് ആർട്ടിക്കിൾ 48A ആൻഡ് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് ഓഫ് 1987. സോ അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഇതിലേതൊക്കെ ആർട്ടിക്കിൾസിനെ ഈ പറയുന്ന സ്കീം ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലെ ഏതൊക്കെ ആർട്ടിക്കിൾസിനോട് കൺഫേം ചെയ്തുകൊണ്ടാണ് ഈ സ്കീം നാൽസ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഏത് വഴിക്കൂടെ ചോദിച്ചാലും എന്താണ്, നമ്മളുടെ കയ്യിൽ നിന്നും ഈ ചോദ്യത്തിന് ഉത്തരം പോകരുത്. ഇനി 6th ഷെഡ്യൂൾ നോക്കൂ. 6th ഷെഡ്യൂളിൽ എന്താ കൊടുത്തിരിക്കുന്നത്?
specific prohibited plants that cannot be cultivated, collected or possessed without prior permission. അതായത് പ്രയർ പെർമിഷൻ ഇല്ലാതെ കൾട്ടിവേറ്റ് ചെയ്യരുത്, പൊസസ് ചെയ്യരുത്, അത് കളക്ട് ചെയ്യരുത്. എന്ത്? ഈ പറയുന്ന 6 പ്ലാന്റ് സ്പീഷീസുകൾ നോക്കൂ. ഈ പറയുന്ന 6 പ്ലാന്റ് സ്പീഷീസുകളും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവന്മാരാണ്. അവന്മാരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല, പ്രോസസ് ചെയ്യാൻ പാടില്ല വിത്തൗട്ട് പ്രയർ പെർമിഷൻ. ഓക്കെ. അപ്പോൾ ആ ഷെഡ്യൂൾ 6-ലുള്ള ജസ്റ്റ് പേരൊക്കെ ഒന്ന് നോക്കി വെക്കാൻ പറ്റുമെങ്കിൽ നോക്കി വെക്കുക. കാരണം ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2 only. 2 only എന്ന് പറയുന്നതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. So with respect to Unified District Information System for Education Plus, that is UDISE Plus, which of the following statements is or are correct? Okay. First statement, UDISE Plus is a platform that facilitates streamlined data reporting by schools providing formal as well as special education that are recognized by the government. അപ്പോൾ ഫോർമൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളുകൾ, അതായത് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ ഡേറ്റ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമാണ് UDISE എന്ന് പറയുന്നു. അവിടെ നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെയും സ്പെഷ്യൽ എഡ്യൂക്കേഷനകത്ത് ഉൾപ്പെടുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവാം. പേരിൽ തന്നെയാണ് പറയുന്നത്, യൂണിഫൈഡ് ആണല്ലേ, യൂണിഫൈഡ് പ്ലാറ്റ്ഫോമാണ്. സോ സ്വാഭാവികമായിട്ടും എല്ലാ സ്കൂളുകളും ഉൾപ്പെടാം എന്നുള്ള ലോജിക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കൂ. ആസ് പെർ ദി റീസെന്റ് റിപ്പോർട്ട്, pupil teacher ratio is highest at the secondary level. അത് നമുക്ക് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ആ റീസെന്റ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ സെക്കൻഡറി ലെവലിലാണോ അതോ UP ലെവലിലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ റീസെന്റ് റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. ആൻഡ് തേർഡ് വൺ നോക്കൂ. General, academic and appointment details of all teaching and non-teaching staff are recorded and maintained individually in this module. അപ്പോൾ UDISE എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് UDISE കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ നമുക്കിവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ സാധനമായിട്ട് കയറി വരാം. ടീച്ചേഴ്സ് ഓക്കെ നമുക്ക് ഗസ് ചെയ്യാം, ടീച്ചേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഗസ് ചെയ്യും. പക്ഷേ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെത് നമ്മളങ്ങനെ ഗസ് ചെയ്യണം എന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, യുണീക്കായിട്ട് നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ 3യും കറക്റ്റാണ്. ഇനി റീസെന്റ് റിപ്പോർട്ട് വായിച്ചിട്ടില്ലാത്തവർ പഠിച്ചോ. റീസെന്റ് റിപ്പോർട്ട് പ്രകാരം എന്താണ്, സെക്കൻഡറി ലെവലിലാണ് ഏറ്റവും കൂടുതൽ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ ഉള്ളത്. നോക്കൂ, 21% ആണ് അവിടുത്തെ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ. മിഡിലേക്ക് എത്തുമ്പോൾ അത് 17 ഉള്ളൂ, പ്രിപ്പറേറ്ററി ലെവലിലേക്ക് എത്തുമ്പോൾ 13 ഉള്ളൂ, ഫൗണ്ടേഷൻ ലെവലിൽ എത്തുമ്പോൾ അത് 10 ഉള്ളൂ. മനസ്സിലായില്ലേ? പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ സെക്കൻഡറി ലെവലിലാണ് ഏറ്റവും കൂടുതൽ. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ദാറ്റ് മേക്സ് അവർ ആൻസർ ഈസ് 1, 2 and 3. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം കൂടെ നോക്കുക. ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമല്ല കേട്ടോ, schools that are affiliated to recognized national and international or private school education boards, അതായത് CBSE, ICSE, കേംബ്രിഡ്ജ് തുടങ്ങിയ എല്ലാ ബോർഡുകളിലും പഠിക്കുന്ന സ്കൂളുകളുടെ കുട്ടികളുടെയും എന്നാൽ ടീച്ചേഴ്സിൻ്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും ഡേറ്റ ശേഖരിച്ചു വെക്കുന്ന ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമാണ് UDISE പ്ലസ്. ഇത്രയും നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ.